സഭാചരിത്രത്തിലെ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ വെറും 140 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ 140ാമത്തെ അത്ഭുതം മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിലെ വിളക്കന്നൂർ എന്ന സ്ഥലത്ത് നടന്ന ഈ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ളതിലും കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സവിശേഷമായ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണിത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ഇത് കർത്താവിന്റെ സ്നേഹത്തിന്റെ അവിശ്വസനീയമായ ഒരു പ്രവൃത്തിയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അഥവാ സത്താമാറ്റം. പദാർത്ഥത്തിന്റെ ഗുണങ്ങളായ രുചി, മണം എന്നിവ മാറുന്നില്ലെങ്കിലും ആ വസ്തുവിന്റെ സത്ത മാറുന്നു. ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം നമുക്ക് അവിടുത്തെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ സ്വന്തം ശരീരവും രക്തവും നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുമ്പോൾ സത്താമാറ്റം മാത്രമല്ല, അതിന്റെ രൂപത്തിലും രുചിയിലും മാറ്റം സംഭവിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ യാഥാർത്ഥ്യം കാണാൻ കഴിയുന്ന രീതിയിൽ ദൈവം ആ മറ നീക്കുന്നു. ഇതെപ്പോഴും സംഭവിക്കുന്നില്ല, എന്നാൽ വിളക്കന്നൂരിൽ ഇത് സംഭവിച്ചു. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട അന്വേഷണത്തിനു ശേഷം തലശ്ശേരി അതിരൂപതയിലെ ക്രിസ്തുരാജ പള്ളിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. വിശുദ്ധ കുർബാനയ്ക്കിടെ ഓസ്തിയിൽ ക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു വന്ന സംഭവത്തെയാണ് പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ പേര് ക്രിസ്തുരാജ എന്നതും ഓസ്തിയിൽ തെളിഞ്ഞത് ക്രിസ്തുവിന്റെ മുഖമാണെന്നതും എത്ര മനോഹരമാണ്. പരിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തെ ആഴത്തിലാക്കുന്ന ഒന്നാണ് ഈ അത്ഭുതമെന്ന് വത്തിക്കാൻ കണ്ടെത്തുകയും കത്തോലിക്കാ സഭാ നിയമങ്ങൾക്കനുസൃതമായി ഈ തിരുവോസ്തിയെ വണങ്ങാൻ അനുമതി നൽകുകയും ചെയ്തു. ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ദൈവം ഇത്തരം അത്ഭുതങ്ങൾ അനുവദിക്കുന്നത്. ഏറ്റവും പ്രശസ്തമായ ദിവ്യകാരുണ്യ അത്ഭുതം ലാൻസിയാനോയിൽ 8ാം നൂറ്റാണ്ടിൽ നടന്നതാണ്. കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംശയിച്ച ഒരു വൈദികൻ ചൊല്ലിയ കുർബാനയ്ക്കിടെ ഓസ്തി മാംസമായും വീഞ്ഞു രക്തമായും മാറി. ആ മാംസം ഒരു ഹൃദയത്തിന്റെ രൂപത്തിലായി. രക്തം 5 വ്യത്യസ്ത അളവിലുള്ള കട്ടകളായി മാറി. 1970 നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ആ മാംസം മനുഷ്യന്റെ ഹൃദയപേശിയാണെന്നും രക്തം മനുഷ്യരക്തമാണെന്നും തെളിഞ്ഞു. വിളക്കന്നൂർ അത്ഭുതത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറയുന്നതനുസരിച്ച് ദിവ്യകാരുണ്യത്തിന് നൽകുന്ന അതേ ആദരവോടെ ഈ അത്ഭുത ഓസ്തിയെയും വണങ്ങാൻ വത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ്. ഇത് ദിവ്യകാരുണ്യം തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രത്യേക വണക്കം എന്ന് ചിലർ ചോദിച്ചേക്കാം. കൂദാശയ്ക്ക് ശേഷം ഓസ്തിയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ട മുഖത്തിലൂടെ അവൻ തന്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമാക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എന്നിരുന്നാലും അത്ഭുതങ്ങളിലോ അടയാളങ്ങളിലോ മാത്രം ആശ്രയിക്കാതെ വിശുദ്ധ കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യം കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തോമാശ്ലീഹായോട് യേശു പറഞ്ഞതുപോലെ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാണാതെ വിശ്വസിക്കുന്നതാണ് ശ്രേഷ്ഠം. പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതാ ഈ അടയാളം കാണുക. വർഷങ്ങൾക്ക് മുൻപ് 2013 നവംബർ 15 ഫാദർ തോമസ് പതിക്കൽ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഓസ്തിയിൽ യേശുവിന്റെ മുഖം പ്രത്യക്ഷമായത്. സഭാചട്ടങ്ങൾ പാലിച്ച് ഓസ്തി അതിരൂപതയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി. അത്ഭുതകരമെന്ന് പറയട്ടെ, 4 വർഷത്തോളം ഓസ്തിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. പിന്നീട് 2020 വരെ അത് ജനങ്ങളുടെ വണക്കത്തിനായി വെച്ചു. സഭ ഇത്തരം കാര്യങ്ങളെ എത്ര ഗൗരവമായിട്ടാണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള കർശനമായ പരിശോധനകൾ ഇതിനുണ്ട്. ആദ്യം ഓസ്തിയിൽ ആരും കൃത്രിമം കാണിച്ചിട്ടില്ല എന്നുറപ്പാക്കാൻ അതിന്റെ സൂക്ഷിപ്പ് ചെയിൻ ഓഫ് കസ്റ്റഡി പരിശോധിക്കും. പിന്നീട് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം വിവിധ പരിശോധനകൾ നടത്തും. ഓസ്തിയിൽ പുറത്തുനിന്നൊന്നും ചേർത്തിട്ടില്ലെന്നും ഇതിന് ശാസ്ത്രീയമായ വിശദീകരണമില്ലെന്നും അവർ ഏകകണ്ഠമായി സ്ഥിരീകരിക്കണം. അടുത്തിടെ ഓസ്തിയിൽ നിന്ന് രക്തം വന്നുവെന്ന് കരുതിയ ഒരു സംഭവത്തിൽ പരിശോധനയിൽ അത് പൂപ്പലാണെന്ന് കണ്ടെത്തി. അത്രയും ഗൗരവമായിട്ടാണ് സഭ ഇതിനെ കാണുന്നത്. സീറോ മലബാർ കമ്മീഷൻ നടത്തിയ പഠനത്തിൽ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് സ്ഥിരീകരിക്കാനുള്ള ശക്തമായ ദൈവശാസ്ത്രപരമായ കാരണങ്ങൾ കണ്ടെത്തി. തുടർന്ന് ഇത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തേക്ക് മാറ്റുകയും ന്യൂൻസിയോയുടെ പരിശോധനയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. വത്തിക്കാന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഇത് ദൈവകാരുണ്യത്തിന്റെ ശക്തമായ അടയാളമായും വിശുദ്ധ കുർബാനയുടെ മഹത്തായ രഹസ്യത്തിന്റെ സ്ഥിരീകരണമായും വിശ്വാസികൾ കാണുന്നു.
ഓസ്തിയിൽ തെളിഞ്ഞത് ക്രിസ്തുവിന്റെ മുഖമാണെന്നത് വളരെ പ്രധാനമാണ്. പല അത്ഭുതങ്ങളിലും രക്തം വരികയോ ഓസ്തി വർദ്ധിക്കുകയോ ആണ് ചെയ്യുക. എന്നാൽ ഇത് വ്യത്യസ്തമാണ്. കുർബാന എന്നത് അപ്പമല്ല, മറിച്ച് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു നമ്മളുമായി ഒരു വ്യക്തിപരമായ ബന്ധം ആഗ്രഹിക്കുന്നു. മനുഷ്യർ മുഖങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. മറ്റൊരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ നാം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചത് തന്നെ നമുക്ക് അവിടുത്തെ കാണാൻ വേണ്ടിയാണ്. ഈ അത്ഭുതം മനുഷ്യാവതാരത്തിന്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു. പിന്നീട് ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന്റെ മുഖമാകേണ്ടത് നമ്മുടെ കടമയാണ്. മിക്കവരും ഓസ്തിയിൽ യേശുവിന്റെ മുഖം കണ്ടെന്നു വരില്ല, പക്ഷെ അവർ കാണുന്നത് നിങ്ങളുടെ മുഖമാണ്. ആ മുഖം അവരോട് സ്നേഹത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.